10 ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ 9-ഉം ജാർഖണ്ഡിലെ 1 സീറ്റിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഗോഡ സീറ്റിൽ നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടുമുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, പുതിയ പട്ടികയിൽ ആരൊക്കെ? ബൽറാം. റിജിത്ത്, ആന്ധ്രാപ്രദേശിലെ 9 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെയും ഒപ്പം തന്നെ ജാർഖണ്ഡിലെ ഒരു സ്ഥാനാർത്ഥിയെയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിൽ നേരത്തെ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടുണ്ട്. ജാർഖണ്ഡിലെ ഗൊഡ സീറ്റിൽ നേരത്തെ പ്രഖ്യാപിച്ച ദീപിക പാണ്ഡെ സിംഗിനെ മാറ്റി പകരം പ്രദീപ് യാദവിനെയാണ് പുതിയ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് ഡോക്ടർ പരമേശ്വർ റാവു, വിഴി നഗരത്തിൽ ബോബ്ലി ശ്രീനു, അമലാപുരം മണ്ഡലത്തിൽ ജംഗ ഗൗതം തുടങ്ങിയവരാണ് സ്ഥാനാർത്ഥികൾ. എന്തായാലും ഇതോടെ 294 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി പ്രഖ്യാപിച്ചു. ശരി, 10 സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടെ കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം അത് 294 ആയിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.